നിങ്ങൾക്കിത് ഇഷ്ടമാണ്? ഞാൻ ആദ്യമായിട്ട് ഇത് കഴിക്കുന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അപ്പൂപ്പൻ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഇത് കഴിക്കാൻ. ദേവു ഇത് നല്ല ടേസ്റ്റാണ്, കഴിക്കും. അന്ന് സാധാ കപ്പ തന്നെ ഇഷ്ടമില്ലാത്ത ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചില്ല. പിന്നീട് വീട്ടിൽ അച്ഛനിടയ്ക്ക് ഇതുപോലെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ഒരു തിരുവാതിര ദിവസം. അപ്പോൾ അമ്മ എനിക്ക് ഇത് മാത്രം ജസ്റ്റ് ഒന്ന് പുഴുങ്ങി തന്ന് നോക്കി. അന്ന് ഇത് ചുമ്മാ കഴിച്ചിട്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വീട്ടുകാരൊക്കെ ഇത് കഴിക്കുന്നത് ഉള്ളിയും മുളകിൻ്റെയൊക്കെ കൂടെയാണ്. പിന്നെ ഞാൻ 10ൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ ഒരു ദിവസം ഇതെനിക്ക് വൈകിട്ട് ഇത് പുഴുങ്ങിയിട്ട് ഇതിൻ്റെ കൂടെ എനിക്ക് ഉള്ളിയും മുളകും കൂടി ഇടിച്ച് തന്നു. എൻ്റെ പൊന്നു, ഞാനത് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്. കാരണം കൊച്ചിലെ കഴിച്ചപ്പോൾ ആ ഒരു ടേസ്റ്റല്ല, വലുതായപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടി. ആ മുളകാട്ടേക്ക് എന്ത് ടേസ്റ്റ് എന്നറിയാം. പിന്നെ അന്ന് തൊട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിത് വാങ്ങിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് ഈ മധുരക്കിഴങ്ങ്. ഇത് വെറുതെ കഴിച്ച് 2 ദിനം കഴിക്കുന്നത് ഞാൻ മടുക്കും. പക്ഷേ അതിൻ്റെ കൂടെ ഈ ഒരു ഉള്ളിയും മുളകൊക്കെ കൂടി, അതിൽ എസ്പെഷ്യലി കാന്താരിയാണെങ്കിൽ ഒന്നും കൂടി എരിവ് കൂടും. പക്ഷെ നമുക്ക് കാന്താരി ഇല്ലാത്തതുകൊണ്ട് ഞാനിന്ന് തന്നെ ഇതുണ്ടാക്കിയതാണ്. നമ്മുടെ കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് 2 മുളകും കുറച്ച് ഉപ്പും എണ്ണയും കൂടി ചേർത്ത്. ഇപ്പം എനിക്കിത് എടുത്താലും കുറച്ചും കൂടി വെളിച്ചെണ്ണ എൻ്റെ പുറത്ത് ഇങ്ങനെ കിടക്കണം, എന്നിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊന്നും ഇത്രയും സ്വാദ് തോന്നിയില്ലല്ലോ. നമ്മൾ കുറച്ചും കൂടി മുതിർന്ന് വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ രുചി ഒന്ന് അറിഞ്ഞു വരുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയണേ. ഇത് കഴിക്കാത്തവരുണ്ടോ എങ്കിൽ ഒന്ന് പറയണേ. പിന്നെ ഈ ഒരു ചമ്മന്തിയുടെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് പറയണം, ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.